ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. ഓരോ ദിവസത്തെയും തീർത്ഥാടകരുടെ എണ്ണം അനുസരിച്ചായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തുക. ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. സന്നിധാനത്ത് നിന്ന് AV ജയശങ്കർ ഇപ്പോൾ വിശദാംശങ്ങളുമായി. ജയശങ്കർ, വിവരങ്ങൾ. അതായത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചത്. ഈ പോലീസ് കോർഡിനേറ്റർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ കമ്മീഷണർ എന്നിവർ ഉൾപ്പെടുന്ന സമിതിയായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഒപ്പം തന്നെ ഈ ദിവസവേതന തൊഴിലാളികളെ കൂടുതൽ നിയമിക്കാൻ യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 300 പേരെ താൽക്കാലിക ജീവനക്കാരെ ക്ഷണിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ ദേവസ്വം ബോർഡ് ഒരു കത്തും പുറത്ത് നിലവിൽ ഇറക്കിയിട്ടുണ്ട്. ഒരു അപേക്ഷ വരും ദിവസങ്ങളിൽ തന്നെ ഈ പോസ്റ്റിലേക്ക് ആളുകൾക്ക് അയക്കാൻ സാധിക്കും. ഈ ആളുകളുടെ എണ്ണക്കുറവും മറ്റു കാര്യങ്ങളും ഇത്തരത്തിൽ ഒരുക്കങ്ങളെ ബാധിച്ചു എന്നാണ് ഇന്നത്തെ യോഗം വിലയിരുത്തിയത്. ഈ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ നിലവിൽ ദേവസ്വം ബോർഡ് ക്ഷണിച്ചിരിക്കുന്നത്. ദിവസവേതന അടിസ്ഥാനത്തിൽ ഇതായിരിക്കും 300 പേരെ നിയമിക്കുക. ഇതിന്റെ ഒരു കത്ത് ദേവസ്വം ബോർഡ് ഇതിനോടകം തന്നെ പുറത്ത് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 18ാം പടി വഴി കയറ്റുന്ന തീർത്ഥാടകരുടെ എണ്ണം കൂട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ശരാശരി 70 പേരാണ്. ഇത് 85 ആക്കി ഉയർത്തും. ഇതിലൂടെ കൂടുതൽ പേർക്ക് ദർശനം ലഭിക്കും. ഇതുവഴി തിരക്ക് നിയന്ത്രിക്കാനാകുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ കുറച്ചുകൂടി കരുത്തായ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ ഈ 18ാം പടിയിൽ നിയമിക്കാനും നിലവിൽ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നറിയാൻ എല്ലാ ദിവസവും സന്നിധാനത്ത് ADMന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് പ്രതിനിധികളും പോലീസും ആരോഗ്യം, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും യോഗം ചേരും. ഈ യോഗത്തിലൂടെ കൃത്യമായി എവിടെയൊക്കെയാണ് പാളിച്ചകളിലെന്നും എവിടെയൊക്കെയാണ് മാറ്റം വരുത്തേണ്ടെന്നും യോഗം വിശദമായി ചർച്ച ചെയ്യും. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ പൂർണ്ണമായും ഏതൊക്കെ തരത്തിലുള്ള പരിഷ്കാരം വേണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അത്തരത്തിലുള്ള ന്യൂനതകൾ പരിഹരിക്കും എന്നാണ് നിലവിൽ ദേവസ്വം ബോർഡ് പറയുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളാണ് ഈ യോഗത്തിൽ നടന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ അനുമതിയോടുകൂടി ഹൈക്കോടതി നിർദ്ദേശ അടിസ്ഥാനത്തിലാണ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ പമ്പയിൽ ഇത്തരത്തിൽ ഒരു യോഗം ഉച്ചയോടുകൂടി പൂർത്തീകരിച്ചത്. ഒപ്പം തന്നെ മറ്റ് കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലും പരിഹാരം കണ്ടതായാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.